ഗന്ധർവൻ വരുന്നത്. ഗന്ധർവനാണ് ആ പാട്ട് പാടുന്നത്. ഇനിയുണരൂ ഇവിടെ വരൂ. മോന്തമ്മന്നൊക്കെ ചോരൊലിച്ചിട്ട് ഒരു മുക്കിൽ ഇങ്ങനെ ചെന്നത് ചാരി നിൽക്കാന്ന് ചില്ലും എന്നിട്ട് കിതക്കണോന്ന്. പേളിയുടെ മറ്റേ കുറുക്കന്മാരെ പോലെ മോളിക്ക് ഇങ്ങനെ ഇട്ടു. ഒരു തീരുമാനമെടുത്തു, മധുമതി. അതീവ ടേസ്റ്റ് ഉള്ള ഒരു കിച്ചടിന്, മറ്റേ ബീട്രൂട്ട് കിച്ചടിയാണ്. മരിച്ചോടത്തൊക്കെ നമ്മളിങ്ങനെ അയ്യോ എന്നെ വിട്ടു പോലെ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ഞത്തടിച്ച് നല്ല വിളിക്കില്ലേ. കോമ്പിനേഷൻ ഒന്നുമില്ല. ഉണക്കമംഗളൂർ ചോറിനാ 3 ടൈപ്പ് മുളക്, 3 കളർ, പച്ച, ചുവപ്പ്, വെള്ള. അതിന്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണയും തേങ്ങയും മായൊക്കെ അടിപൊളിയല്ലേ. അയ്യോ ബീട്രൂട്ടിന്റെ ജാതി ടേസ്റ്റ് അല്ലേ. പൊട്ടനാ? പൊട്ടനല്ല, തുടങ്ങല. നമ്മള് കൊട്ടാരത്തിൽ നിന്ന് കുടിലേക്ക് പോവാണ്. അതാണ് കൊട്ടാന്ന് പറഞ്ഞാലേ ഞാൻ കേൾക്കണത് പൊട്ടാന്ന്. കഞ്ഞിവെപ്പും ഒക്കെ അവിടെയാണ്. അതെ, നടക്കാം. അവൻ പോയല്ലേ എനിക്ക് കിടക്കാം. ഞാൻ 2 മീനെ പിടിച്ചിട്ടുണ്ട്. പിലോപ്പീനെ തുന്തുരുന്ന് പറയണു. ഞാൻ എന്താ തുന്തുരുന്ന് വന്ന വായില് പെട്ടെന്ന്. ജഗ്ഗുവിന്റെ ഫ്രണ്ട്സ് വന്നിട്ടേ നമ്മുടെ മീൻകുളത്തിൽ കുറെ ഗപ്പികളുണ്ടല്ലോ. അപ്പൊ കുറെ ഗപ്പികളെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പിടിക്കാൻ വേണ്ടിട്ട് അവര് വലയിട്ട് കുറെ വട്ടം വല ഇങ്ങനെ ഇട്ടപ്പോ അവർക്ക് 2 വലിയ പിലോപ്പിനെ കിട്ടി. അപ്പൊ ആ പിള്ളേര് അതിനെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചേട്ടനോട് പറയാം, നമുക്ക് ഞങ്ങളാകെ പാടെ ഈ പിലോപ്പി കൂട്ടാൻ വയ്ക്കണതൊക്കെ, അല്ലെങ്കിൽ കൂട്ടാൻ വയ്ക്കില്ല, വറക്കണത് മീൻകുളം വറ്റിക്കില്ലേ. അപ്പൊ കുറെ എണ്ണത്തിന് ഒരുമിച്ച് പിടിക്കും. ആ സമയത്ത് നമ്മള് 2-3 എണ്ണത്തിനെ എടുക്കും. 2-3 പിലോപ്പി ബാക്കി എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാ. ഇങ്ങനെ കനം കുറച്ചിങ്ങനെ അരിഞ്ഞിട്ട് വറക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും ചില സുഖല്ലേ. അപ്പൊ ഇന്നിപ്പോ ചേട്ടൻ തീറ്റിട്ട് കൊടുത്തിട്ട് വെറുതെ വല 2-3 വട്ടാക്കിയപ്പോ 2 മീനെ കിട്ടി. അപ്പൊ നമ്മൾ അതിനെ വറക്കും അല്ലേ? വറക്കുവോ? പക്ഷെ ചേട്ടൻ കുളിച്ചില്ലേ? ശരി. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? രാവിലത്തെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു. ജഗ്ഗു സ്കൂളിൽ പോയി. നമ്മളെ കണ്ട കാരണം തോന്നുന്നു. ആരാ കരയണ? ചാർലിയാ പേളിയാ? രണ്ടും. അല്ല, ഇത് ചാർലിയുടെ കരച്ചില്ല. പേളിയുടെ മറ്റേ കുറുക്കന്മാരെ പോലെ മോളിക്ക് ഇങ്ങനെ ഇട്ടു. ഡോളിയുടെ അവള് ചെയ്യാ. അപ്പൊ നമുക്ക് എറണാകുളത്തുനിന്ന് ഒരു ചേച്ചി, അല്ല എറണാകുളത്തുനിന്ന് പറഞ്ഞ ചേച്ചി, എറണാകുളത്തുനിന്ന് അയച്ചു തന്നിട്ടുള്ള ചേച്ചിണ്ട്. ചേട്ടന്റെ അബദ്ധങ്ങളും ആ ചേച്ചി ഒരു. അപ്പൊ എറണാകുളം എന്ന് പറഞ്ഞിട്ട് കുമ്പളത്തുള്ള ശോഭ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണോ അനിയത്തിയാണോ എനിക്കറിയില്ല. ആളുടെ വീടിന്റെ പേര് മധുമതി എന്നാണ് പേര്. വീടിന്റെ പേര് മധുമതി. എനിക്ക് അഡ്രസ് അയച്ചതുണ്ട്. മധുമതി എന്ന് പറയുമ്പോ എനിക്ക് മറ്റേ സിനിമയിലെ അതിലത്തെ ഇത് ഓർമ്മ വരും. പ്രേംകുമാറല്ല, ദിലീപ്. അയ്യോ എന്തൊരു അതിന്റെ പേര് ഞാൻ പറയാം. അല്ല അതൊന്ന് പറയട്ടെ. ഈ കഥാപ്രസംഗം കാമുകനായ മധുവിന്റെ കൂടെ പോണോ അതോ അച്ഛന്റെ കൂടെ പോണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ അവൾ അവസാനം ഒരു തീരുമാനമെടുത്തു, മധുമതി. അതെ, അവൾക്ക് അച്ഛൻ വേണ്ട, കാമുകനായ മധുമതി. എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു ഒരു മധുമതി എന്ന് പറഞ്ഞിട്ടുള്ള. മധുമതി കണ്ടിട്ടില്ലേ മെട്രോ ഹോസ്പിറ്റലുള്ളത്? അവളുടെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് അതില് കുട്ടിണ്ടായിട്ട് ആ കുട്ടിക്ക് 3-5-6 വയസ്സായി. മര്യാദക്ക് നേരത്തിന് കല്യാണം കഴിക്കണം. അപ്പൊ ആ ചേട്ടനും പേരക്കുട്ടിയോളെ കൊഞ്ചിച്ചിരിക്കുന്നില്ലേ? നിങ്ങളെ കൊഞ്ചിച്ചിരിക്കുന്നില്ലേ? ഏതായാലും മതി. ആരെ കൊഞ്ചിക്കണു? ചേട്ടൻ കൊഞ്ചിക്കാൻ പോലും അറിയില്ല. അപ്പൊ മധുമതി അല്ല. അപ്പൊ നമ്മള് ഈ മധുമതി എന്ന് പറഞ്ഞ വീട് അല്ലേ? വീട് അങ്ങനെ അഡ്രസ് അയച്ചാണ് പോണത്. അപ്പൊ ആള് അതീവ ടേസ്റ്റ് ഉള്ള ഒരു കിച്ചടിന്, മറ്റേ ബീട്രൂട്ട് കിച്ചടിയാണ് നമുക്ക് അയച്ചു തന്നെ പോണത്. കുറച്ച് നാളായി നമ്മൾ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇപ്പോഴാണ് ചെയ്യാൻ പോണത്. അല്ല, നമുക്ക് ദിവസം ഓരോന്ന് വെച്ചിട്ടൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ തന്നെ കഴിച്ച് തീർക്കും വേണ്ടേ? കൊറേ പേര് റെസിപ്പികൾ ഇങ്ങനെ അയച്ചു തന്നവര് എന്താ ഞങ്ങളുടെ വരാത്തെ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കോ പിണങ്ങോ ഒന്നും പാടില്ല കേട്ടാ. വരും. 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. 2 സാധാരണ ബീട്രൂട്ട് എടുത്ത് തൊലി ഗ്രേറ്റ് ചെയ്യണം. വേവട്ടെ. അപ്പോഴത്തേക്ക് ഇത് ഗ്രേറ്റ് ഒന്ന് നോക്കി നോക്കി ചേട്ടാ. അരി വെന്തോന്നു അത് ഊറ്റാം. വെന്ത് കുഴയോ?
ഈ അരി പെട്ടെന്ന് വേവണ ടൈപ്പ് അരിയണേ. മധുമതി. ആ നിന്റെ അത് കഴിഞ്ഞിട്ട് നല്ല പാട്ടായിരുന്നു അത്. പിന്നെ തൊട്ട് ആ പാട്ട് കേൾക്കുമ്പോ ചിരി വരും. നിനക്ക് 3 Men Army സിനിമയില് 3 Men Army ആണോ? അല്ല, അങ്ങനെ എന്തോ ആണെന്നുണ്ട്. ദിലീപിന്റെ പണ്ടത്തെ പടല്ലേ, ദിലീപ് ഇങ്ങനെ ശോഷിച്ച് ഇരിക്കണ ആ ടൈമിൽ 3 Men Army ഇരിക്കും തോന്നുന്നു. അതിലല്ലേ മണി ഉണരൂ ഇവിടെ വരൂ ഇന്ദു പുഷ്പഹാരമണിയൂ. ഗന്ധർവ ക്ഷേത്രം ഗന്ധർവൻ വരുന്നത്, ഗന്ധർവനാണ് ആ പാട്ട് പാടുന്നത്. അപ്പോൾ നമ്മുടെ ശാരദ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ പോണത് അങ്ങനെയാണല്ലേ ആ സിനിമയിലത്തെ വിഷ്വൽസ്. ഓർമ്മയില്ലേ? ഒരു സ്വർഗാദിതിയെ പോലെ എന്റെ ഈ ഗാനം മറക്കുമോ? മറന്നുപോയി ഗുരുകൾ. അച്ഛനൊക്കെ ഇത് എപ്പോഴും വെക്കണ പാട്ടുകളാ. കുറെ കാസറ്റുകൾ ഉണ്ടായിരുന്നു പണ്ടത്തെ ടേപ്പ് റെക്കോർഡർ, അതിലൊക്കെയുള്ള പാട്ടത്. അതൊന്ന് ചെന്ന് നോക്കി. അല്ല, ആ വണ്ടി ഒന്ന് കാണിച്ചാൽ മതി. പിന്നെ നിലവിളിക്കില്ല. ജഗ്ഗുവിനെ സ്കൂളിലേക്ക് ചേട്ടനാക്കാൻ പോകുമ്പോഴത്തെ ചാർലിയുടെ നിലവിളി കാണണം. അയ്യോ, മരിച്ചോടത്തൊക്കെ നമ്മളിങ്ങനെ അയ്യോ എന്നെ വിട്ടു പോലെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ഞത്തടിച്ച് നിലവിളിക്കില്ലേ, അതുപോലെ എണ്ണി പറക്കി നിലവിളിക്കണ പോലെ എന്തൊക്കെയോ പറയണ്ട ആള്. ഞാൻ വിചാരിച്ചത് കയ്യിലപ്പം ആ സമയത്ത് ഈ ഫോൺ ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ എടുത്താനെ. അതിൻ്റെ ചൂറിലെടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു പക്ഷെ ആള് വാലാട്ടി അവിടെ കിടന്നു. ഇതിപ്പോ നമ്മളെ പുറത്ത് കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മളെങ്ങനെ കണ്ടു കഴിഞ്ഞാലേ അതിന് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് ഇവിടെ കിടക്കണം. നമ്മളെവിടെയുള്ള വെച്ചെങ്കിൽ അവിടെ ഇങ്ങനെ വന്ന് പറ്റി പിടിച്ച ആൾക്ക് കിടന്നാ സന്തോഷമായി. അതാണ് വയറുവേന എടുത്തിട്ടാ ആദ്യം കണ്ണി കണ്ട ചാണം പറക്കി തിന്നാൻ പോകുമ്പോ ആലോചിക്കണം വയറിന് പിടിക്കില്ലേന്ന്. രണ്ടുപേരെ അഴിച്ചിട്ടു, ചാർലിനും പേളിനും അഴിച്ചിട്ടു. അതെ കടാ ചാർലി പുല്ല് തിന്നെ കടാ, പുല്ല് തിന്നാടാ. വയറ്റിൽ വേനി എടുക്കുമ്പോൾ ഇവര് ചീന പ്രകൃതിയുള്ള ഒരു ഇതാണ് പുല്ല് തീറ്റ. നായ്ക്കള് പുല്ല്, പട്ടി പുല്ല് തീറ്റില്ല, പശുവിനെ തീറ്റിപ്പില്ല എന്ന് പറഞ്ഞ ഇത് തെറ്റാണല്ലോ സരിത. പട്ടിയെ പുല്ല് തിന്നൂല, പശുവിനെ തീറ്റിപ്പിക്കില്ല എന്ന് പറഞ്ഞ തെറ്റാണ്. പട്ടി പുല്ലിനില്ലേ നായ, അങ്ങനെയല്ലത്. അതെനിക്ക് മനസ്സിലായി. അത് തൊഴുത്തില് പുല്ലൂട്ടില് ഒരു പശുവിനെ കെട്ടിയെങ്കിൽ അല്ല ഒരു പട്ടീനെ കെട്ടിയിട്ട് എങ്ങനെ ഉണ്ടാവും? അത് ഇങ്ങനെ കുറച്ച് പശുവിനെ കൊണ്ട് തീറ്റിപ്പില്ല. എന്നാ ഈ പട്ടിക്ക് ആ പുല്ല് മുഴുവൻ വേണ്ട. അല്ല ഞാൻ പശു അല്ല പട്ടി പുല്ല് തിന്നു പറയാ. പട്ടി അത് അവറ്റകൾക്ക് വയറാന വരുമ്പോഴങ്ങട് കൂട്ടിയിടട്ടാ, അല്ലെങ്കിൽ ആ സിറ്റ് ഔട്ടിലൊക്കെ കയറി നിരങ്ങും, ഇവിടെയും കയറും. ഇതേ തിന്നോണ്ടിരിക്കനെയാ എന്തെല്ലാം അങ്ങനെ ചീറ്റ കഴിയാറയ്യാ. കഴിഞ്ഞ് കഴിഞ്ഞ് ചോറ് ഊറ്റ് അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി തുടങ്ങാം. എത്ര വേണോ? എത്ര മതിയാ? അധികാവോ? അത് മതിയോ? ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഞങ്ങൾ ഇതുവരെയായിട്ട് കിച്ചടി പച്ചടി അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത്തെ ചാനൽ തുടങ്ങിയ സമയത്ത് കയ്പക്കായ കൊണ്ടുണ്ട്. അതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. അന്നൊക്കെ നമ്മൾ എണ്ണിട്ടാണ് ഒരു വീഡിയോ ചിലപ്പോൾ 3 പേര് ദിവസം കാണുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇപ്പൊ നീ കൂടുതലുണ്ടാക്കിയത് കുഴപ്പമില്ല, ടേസ്റ്റുള്ള സാധനമല്ല ഇത്, ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞതിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. ജഗ്ഗുവിന് നല്ല ഇഷ്ടം അതിൻ്റെ പെരുകൂട്ടം ഉണ്ടാക്കില്ലേ, നമ്മൾ വെറുതെ ഉള്ളിമുളകും കാച്ചി കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടാവിന്. മീൻ നന്നാക്കണം. അപ്പോൾ അപ്പോൾ 2 മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മീൻ ചത്തുണ്ടാവും നോക്കട്ടോ, നമുക്ക് പോയി നോക്കിയോക്കാം. ഞാൻ അവറ്റകൾ പെടയിടപ്പാവുന്നിട്ട് വെള്ളം ബക്കറ്റിൽ പിടിച്ചിട്ടായി. പിന്നെ അവറ്റകൾ പിന്നെ ചാവോ? പുല്ല് തീറ്റ നിർത്തിയിട്ടില്ല ആള് കണ്ടാ. നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡില്ല കേട്ടാള് കടാ. തീറ്റയിൽ തന്നെ ശ്രദ്ധ, വേസ്റ്റിട്ട് തിന്നണതല്ലല്ലോ ഇത്. എനിക്ക് നമുക്ക് അച്ഛനാണ് ഇത് പറഞ്ഞത് പണ്ട് ചെറുപ്പത്തിൽ. നായ്ക്കൾ വയറ്റിൽ വേനിയുണ്ട്, ഈ നാടൻ നായ്ക്കൾ വയറ്റിൽ വേനി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ വയറ്റിൽ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ വന്ന് പുല്ല് തിന്നുന്നു. അതിങ്ങനെ ഞാരുള്ള പുല്ലുകളാണ് അവർ ശരിക്കും തിന്നുക. വേറെ ചികിത്സയും ഇതിന് വേണ്ട ആവശ്യമില്ല, അവർ സ്വയം തന്നെ ചെയ്യുന്ന സംഗതികളാണ്. എവിടേക്ക് പേരിൽ പോയേ? പേളി പേളി ഇങ്ങോട്ട് എടാ, അവള് പൂവുള്ളോ. 2 മീൻ അവിടെ പിടിച്ച് ഇട്ടുണ്ട്. ബക്കറ്റുണ്ട്, കമത്തി വെച്ചൊക്കെ അവർ
ഒന്നും സംഭവിച്ചിട്ടില്ല. 2 പിലോപ്പി കിട്ടി. കുറച്ച് മണി കഴിയട്ടെ. ചത്തിട്ടില്ല. ചത്ത് കഴിഞ്ഞിട്ട് ആവാം. അല്ലെങ്കിൽ ഇപ്പം നന്നാക്കില്ല ഞാൻ. ചാർലിയ തീറ്റൊക്കെ കഴിഞ്ഞാ എവിടെ? അതേ, ഒരു ക്ഷമാപണം. മധുമതി എന്ന് ഞാൻ പാടിയത് തെറ്റാ, വസുമതി എന്നാണ്. പടമൊക്കെ ശരിനെ. ഗന്ധർവ ക്ഷേത്രം, വയലാർ രാമവർമ്മയുടെ വരികൾ, ദേവരാജ. അപ്പൊ അങ്ങനെയാണ് ഞാൻ പാടിയത് യേശുദാസ്. അങ്ങനെയാണ് ഞാൻ എന്തിട്ട് എനിക്ക് മധുമതി എൻ്റെ ക്ലാസ്സിൽ പഠിച്ചെന്ന് പറഞ്ഞ വസുമതി എന്നല്ല പറഞ്ഞല്ലേ ശരിയാവുള്ളൂ. അയ്യേ, ആ ചേച്ചിയുടെ വീടിന്റെ പേര് മധുമതി എന്ന് പറഞ്ഞപ്പോഴാണ് ശരി ശരി അതോ മറന്നുപോയി. ശരിയാ, മധുമതി. സ്വർണരുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോലെ നിന്റെ നൃത്തമേടക്കരികിൽ നിൽപ്പൂ ഗന്ധർവ്വമോ. അയ്യോ സോറി, ഇത് ഞാനിവിടെ വെച്ചു കണ്ണാടി എടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ കണ്ണാടി ഭാഗ്യം, ഒന്നും പറ്റിയില്ല. വൺസ് മോർ. സ്വർണരുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോലെ നിന്റെ നൃത്തമേടക്കരികിൽ നിൽപ്പൂ ഗന്ധർവമോഹിനി. അയ്യോ പൗർണമിയാണ് കേട്ടാ, വേണ്ടത് പാടണ്ട, മതി. മധുമതി എന്ന് വരുന്നുണ്ട് കേട്ടാ പാട്ടില് ചേട്ടാ. അവിടെ നടി ചേട്ടൻ പഠിക്കും വസുമതി. എനിക്കറിയില്ല, ഇത് കേട്ടിട്ടില്ല ഈ പാട്ട് ഇതുവരെ? വസുമതി ഋതുമതി ഇനിയുണരൂ ഇവിടെ വരൂ ഇന്ദു പുഷ്പഹാരമണിയൂ. മധുമതി മധുമതി വരുന്നുണ്ട്. അതുണ്ട്, എവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇത് മറ്റേ സലീം കുമാർ മറ്റേ സിനിമയിലെ പോലെ തന്നെ രതീഷ്, സുബീഷ്, സതീഷ്. അരി അതുപോലെ എല്ലാവരും പേരുണ്ട്. അരി എന്തുണ്ടാവും? അരി തിളച്ചു മറയുകയാണ്. ഊറ്റാറായിട്ട് അരി ഊറ്റി കഴിഞ്ഞാൽ അപ്പം ചട്ടി വയ്ക്കണം. അയ്യോ, അരി എന്ത് കുഴഞ്ഞു തോന്നുന്നു. ഞാൻ പറഞ്ഞ കുഴയില്ല. അപ്പൊ നമുക്ക് വേഗം ഊറ്റാം. ഈ ബീട്രൂട്ട് ചട്ടി അല്ല, ബീട്രൂട്ട് ഇത് വെക്കുന്ന ചട്ടി ഇതിൽ കൊള്ളില്ലേ, അതിലിറങ്ങിപ്പോവും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് പാചകം ചെയ്യണം. അപ്പോൾ ഇത് തീ ഇതിലേക്കാക്കാം കംപ്ലീറ്റ്. അയ്യോ എന്താ അല്ല, ഇനിയിപ്പോൾ അത് ഈ വർഗമൊക്കെ ഇരിക്കെടുത്ത് വെച്ചാൽ മതിയില്ല. എന്നുവെച്ചാൽ ആദ്യം ചകിരി എടുത്ത് വെക്കി. അതൊക്കെ വെക്കാം. ചകിരിയിൽ ആദ്യം വയ്ക്കുക, ആദ്യം ഇത് വയ്ക്കുക, എന്നിട്ട് മീത് ചകിരി വയ്ക്കുക. ഒരു 2 മിനിറ്റ് വരെ ഇവിടെ നിന്ന് മാറുന്നോട്ടെ, പുക വരും. സരിത അരി ഊറ്റാണ്. നമ്മളിവിടെ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഇരിക്കില്ല. അപ്പോൾ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചു. ഊടുമ്പോൾ 800 വണ്ടിക്ക് തന്നെ മൂടി വെച്ച് കൊണ്ടിട്ട്. അപ്പോൾ ഈ ചൂടാകുമ്പോഴേക്കും അരി ഊറ്റിൽ കഴിയും. പണി ബീട്രൂട്ട് ഇട്ടോ ചേട്ടൻ? വേണ്ട, തീ ചെയ്താൽ മതി. അത്ര ബീട്രൂട്ട് വേണ്ടി വരുമോ? വേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട്. ചെറിയ ബീട്രൂട്ടാണെങ്കിൽ 2 എടുക്കാനാണ് ചേച്ചി പറഞ്ഞത്. ഇപ്പോൾ അതിൽ പകുതിയേക്കാളും കൂടുതൽ എടുത്താൽ മതി. ഇത് ഇങ്ങനെ ഒഴിച്ചു കറി പോലെ ഇരിക്കുക, ഉപ്പേരി പോലെ അല്ല. നമ്മൾ കാലത്ത് സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കൂട്ടാനുണ്ട്. പിന്നെ ഇതിലേക്ക് കോമ്പിനേഷൻ ഉണക്കമാന്തള എന്ന് പറഞ്ഞാണ്. കോമ്പിനേഷൻ ഒന്നുമില്ല, ഉണക്കമാന്തള കൂട്ടി ചോറിനാ നമുക്ക് ചെയ്യാലോ. ആ ശരി, ഞാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മാന്തള് വറുത്ത്. അവർ ചിലപ്പോ വെജിറ്റേറിയൻസ് ആയിരിക്കും. ആ ചട്ടിയേ ചൂടായി. വെള്ളം ഒഴിച്ചോ? വെള്ളം ഒഴിച്ചോട്ടാ, ഒരു ഗ്ലാസ് വെള്ളം വേണം. ചട്ടിയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടാ, ചട്ടി ചൂട്. അയ്യോ, ഇതിപ്പോ ഒരു ഗ്ലാസ് അല്ല. ഇതിലേക്ക് ഇതിപ്പോ വലിപ്പമുള്ള ബീട്രൂട്ട് ആയതുകൊണ്ട് ഇത്രക്ക് വേണ്ടാന്ന് തോന്നുന്നു. മതിയല്ലേ? ഇതിലേക്ക് ഇനി ഉപ്പിട്ടിട്ട് വേവിക്കണം. മണിച്ചട്ടി അടിയിൽ തീ കത്തുമ്പോൾ ആ അടയൊക്കെ ചുടുമ്പോഴുള്ള ഒരു അട ചുടുമ്പോഴുള്ള മണമല്ല, അടീൻ്റെ ആവണം. എന്നാലും ആ അടയിൽ ചുടുന്ന മണം വരല്ലോ, അല്ലെങ്കിൽ ചട്ടി കരിയുന്ന മണം വരല്ലോ അല്ലേ? അപ്പോ ഇത് വേവട്ടെ. ഇത് പെട്ടെന്ന് വേവും. മൂടി വയ്ക്കണ്ടേ? മൂടി വെച്ചോട്ടെ, കറണ്ടുകൾ വീഴില്ലേ? ആ ശരി. അപ്പം ഇത് വേവുമ്പോഴത്തേക്കും ഇതിലേക്ക് നാളികേരം അരയ്ക്കണം. നാളികേരം ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളക് വേണം, എരിവുള്ള പച്ചമുളക് വേണം. എരിവുള്ള പച്ചമുളക് കിട്ടാനില്ല. അപ്പം അല്ലഞ്ഞേണ്ട അവിടെ പോയപ്പോഴാണ് ഇങ്ങനത്തെ. അല്ലഞ്ഞേണ്ട അവിടുത്തെ മുളകൊക്കെ നാശം, മഴ കാരണേ. 3 ടൈപ്പ് മുളക്, 3 കളർ, പച്ച, ചുവപ്പ്, വെള്ള.
കേട്ടാ പച്ച ചുവപ്പ് വെള്ള ആ ഉള്ളതൊക്കെ പൊടിച്ചിട്ട് വന്നതാണ്. ഇവിടെ അവിടുത്തെ പൂവിട്ടിട്ടുള്ളൂ, ഉണ്ടാവാറില്ല. ആകപ്പാടെ ഇതിന്റെ ഒരു എരിവാണ് ഇനി കിട്ടുള്ളൂ. ഇതിനെരിവുണ്ട് അല്ല, മീൻസ് പച്ചമുളകിന്റെ എരിവ് ഉള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് നന്നായിട്ട് അരയ്ക്കണം. ഇതിന്റെ കൂടെ 1 ടീസ്പൂൺ കടുകും കൂടി അരയ്ക്കണം. അമ്മീമലാണ് അപ്പൊ അമ്മീമൽ അരച്ചാൽ പ്രത്യേകം ടേസ്റ്റ് കൂടും എന്നാ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അമ്മീമ അരയ്ക്കാലോ. നമുക്ക് അമ്മി ഉണ്ടല്ലോ. അമ്മി കഴുകിയിട്ടില്ലേ? അമ്മി ഇപ്പൊ മൂടി വയ്ക്കണ അമ്മി നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കണം. അല്ലെങ്കിലേ അമ്മി മൂടി വെച്ചില്ലെങ്കിൽ ഈ കാക്കകളും കിളികളൊക്കെ വന്നിട്ട് കാഷ്ടിക്കും. എങ്ങനെ എൻ്റെ ഭാഷ? നല്ല ഭാഷ. 1 ടീസ്പൂൺ കടുക്. അത് അരയരുത്, വെറുതെ ഇങ്ങനെ ഇങ്ങനെ തരുതരിപ്പായിട്ട് അരയാനേ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ആദ്യം തന്നെ അത് അരച്ചാണ്ട് മാറ്റി വയ്ക്കാം. കടുക് പോയി കഴിഞ്ഞാലേ ചേട്ടാ കുടുംബ കലഹം ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചേട്ടൻ. അതായത് കടുക് നമ്മള് ഇപ്പൊ വല്ലതൊക്കെ തട്ടിപ്പോവല്ലോ, പഞ്ചസാരയൊക്കെ തട്ടിപ്പോവാം. പക്ഷെ കടുക് തട്ടിപ്പോയി കഴിഞ്ഞാൽ വീട്ടിൽ വഴക്കുണ്ടാവും. അത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് വരാൻ കാരണം എന്താവും? എന്തെങ്കിലും ഒരു അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. ശരിയായിരിക്കും, ഓർമ്മയില്ല. അപ്പോൾ ഇത് കണ്ട നല്ല വെണ്ണ പോലെ അരയ്ക്കണ്ട, ഇങ്ങനെ മതി. നാളേരം ഈ പച്ചമുളകും അരച്ചെടുക്കാം കേട്ടോ. ചാർലി ലോറിയും കാമറ ഇറങ്ങി വരുന്നുണ്ട്. ഇനി വല്ല ഫുഡ് അങ്ങനെ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാവും. അവിടെ നിൽക്കണ്ട ലോറിയും. നാളെ കല തരുതാ. പച്ചമുളകിൻ്റെ ഞെട്ടോ കളയല്ലേ? ഞെട്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കളയാം. അവിടെ കണ്ട് ജാതി കുസ്തിയാ. പച്ചമുളക് ചമ്മന്തിയൊക്കെ അരക്കില്ലേ, അതിന്റെ മണം. ബീട്രൂട്ട് വെന്തു സരിതേ. അരക്കില്ലേ? കഴിഞ്ഞു. കണ്ട ബീട്രൂട്ട് കണ്ട വെന്തു. എന്തൊരു കളറ്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഭയങ്കര വെണ്ണ പോലെ അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ അമ്മി അത്ര സുഖമില്ല. ബീട്രൂട്ടൊക്കെ അടിപൊളിയായിട്ട് വെന്തു. ഇതിലേക്ക് അരപ്പ് കൂടോ? ഇട്ടപ്പോ കൊറേ പോലെ തോന്നി. ബീട്രൂട്ടേ ഇത്ര മതി തോന്നുന്നു അരപ്പ്. അല്ല, ലൂസില് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇത് മുഴുവൻ ഇടണം. അപ്പൊ ഭയങ്കരമായിട്ട് നാളേരം കൂടുവോ? എരിവിന്റെ ഭാഗം ഇടട്ടെ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ഉപ്പിട്ടുണ്ടായിരുന്നല്ലോ. തിളക്കരുത്. നമ്മള് തണുപ്പം പറ്റില്ലാട്ടാ. എന്താ പറ്റി ചേട്ടന്? ഞാൻ കുളിച്ച കാരണന്നുണ്ട് കുളിക്കാൻ പാടില്ലായിരുന്നു. കുളിച്ചില്ലേ ചേട്ടന് ഓരോന്നൊക്കെ ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കില്ലേ? കുറെ പണികളുണ്ടായിരുന്നു. പപ്പായ തല വെട്ടണം, അതിന്റെ മൂടി മറ്റേ കമത്തണം. മറ്റേ കമത്തി വന്നിട്ട് മീൻ ചത്തിട്ടില്ലേ? ഇങ്ങനെ എറിഞ്ഞു പോലെ നമുക്ക് പറ്റില്ലേ? തന്നെ ചത്തിട്ട് നന്നാക്കാനേ പറ്റുള്ളൂ. സാറില്ല, നമുക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാത്. ഞാനേ അതവിടെ കിടന്ന് പെടയണു. പെടയ മാത്രമല്ല കുനിയനുറുമ്പുകൾ പൊതിയ. ഒന്നാമത്തെ ഒറ്റകൾക്ക് ശ്വാസം കിട്ടാണ്ട് പ്രാണവേദന. അതിൽ കൂടി കുനിയനുറുമ്പുകളും കൂടി ഒറ്റങ്ങളെ കടിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ച് പാവം കിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട്. ഉപ്പിത്തിരി കുറവുണ്ട് നമ്മൾ അരപ്പ് ചേർത്തപ്പോളേ. അപ്പം ഇത് തിളക്കരുത്. തിളങ്ങനെ വന്ന് തുടങ്ങാൻ വെള്ളം. ആ മൂര എവിടെയാ? തൈരല്ല. തൈര് പുളിയില്ലാത്ത തൈര് 1 കപ്പ് മിക്സിയിലടിച്ചത് വേണം. അപ്പോൾ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 1 കപ്പ് എടുത്തിട്ടില്ല കേട്ടോ, 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പുളിയുണ്ട്. ആ വേപ്പിൻ്റെ എല്ലാം കാച്ചുമ്പോൾ വേണം. കാച്ചാറായി തുടങ്ങി. ഇത് തൈര് ഒഴിച്ചപ്പം തന്നെ ഇറക്കാം. തള വരുമ്പോൾ ഇറക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തള വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഈ മോരല്ല തൈര് ചേർക്കാം. നമ്മളേ അന്ന് മാന്തള ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതേ ഇങ്ങനെ ഇട്ടാ. അതിൽ ഇത്രയ്ക്ക് വെള്ളം ഇങ്ങനെ വന്നു. അതൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇതിന്ന് എടുത്തു കേട്ടാ. 2-3 വട്ടമൊക്കെ നമ്മൾ വറുത്തു. വെളുത്തേക്ക് വറക്കാൻ വേണ്ടി നമ്മൾ
സരിത തിളയ്ക്കാറായി തുടങ്ങി. ആ തിളയ്ക്കുമ്പോൾ മോരൊഴിക്കണം. ഇതേ വെള്ളത്തിലിട്ട് വെക്കണ്ടായിരുന്നു മുന്നേ തന്നെ, ഉപ്പൊന്ന് കുറയാൻ വേണ്ടിയിട്ടേ. ഇപ്പൊ നാളെ മറത്താ പോരെ. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചുകൂടെ വെച്ചുകൂട്ടാ. ആ ഇതിൽ തള വന്നു. മിക്സി വെള്ളം അടിച്ചെടുത്ത് ഇളക്കി ഇറക്കുക. ഇത് തിളക്കരുതെന്ന് അല്ല, അത് മോരൊഴിച്ചിട്ട്. ഇത് നോക്കിയേ ചേരട്ടാ, കത്തീനെ ഇങ്ങനെ ഇറക്കാം. കൈമേലേക്ക് തീ വരില്ലേ. ഇതിലേക്ക് നമ്മള് ഈ മോരൊഴിക്കാൻ പോവാണ് കേട്ടാ. പുളിയില്ലാത്ത തൈര് ഒരു കപ്പാണ്. പപ്പായ തല വെട്ടണം, അതിന്റെ മൂടി മറ്റേ കമത്തണം. മറ്റേ കമത്തി വന്നിട്ട് മീൻ അങ്ങനെ വന്നു തുടങ്ങിയില്ലേ. കൂട്ടാൻ ഇറക്കാൻ പോണ്. വരട്ടാ ഒന്ന് ഒരു ചെറുതായിട്ടൊരു ചിരട്ട ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അതിന് തിള വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് ഇറക്കാം. തിളയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞോളത്. ഒന്നിങ്ങനെ ചിറ്റിച്ചിട്ട് വെച്ചു. ഓക്കെ, നീ കാച്ചാൻ പോലെ പിന്നില ഇതിലേക്ക് ഉള്ളി കടുകൊക്കെ കാച്ചണം. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാണ് കേട്ടാ. നമ്മുടെ പാത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. പാത്രം ചൂടായി പറ്റി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമ്മൾ വെളിച്ചെണ്ണ ചൂടായി ഒന്നറിയില്ല. കടുക് പൊട്ടിക്കൊണ്ടിരിക്കണം. 2 മണിന്നല്ല, ഒരു 2 നുള്ള് അതിടണം. ഉലുവിടണം. ഉലുവ ഒന്ന് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെറിയ ഉള്ളി അതിടണം. ഇങ്ങനെ ഈ വരയുള്ള മാന്തളിനെ പട്ടത്തി മാന്തൾ എന്ന് പറയും. ഈ സാധനത്തുമ്പോ ഞങ്ങൾ തൃശ്ശൂർക്കാര് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും തേക്കില്ല കേട്ടോ, ഒന്നും ചെയ്യില്ല. മീനുകൾ വറക്കുമ്പോ നമ്മള് വെറുതെ എങ്ങനെ വറക്കുള്ളൂ. ഇവിടുത്തെ രീതി അങ്ങനെയാണ്. ചിലർ പറയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ തേക്കാന്ന് പറയും. പച്ചമീൻ വറക്കുമ്പോഴാണ് നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ തേക്കുള്ളൂ. അതായത് നമ്മളത് ഉള്ളി മൂത്തുകൊണ്ടിരിക്കുന്നു കണ്ട. അപ്പോൾ ഉണക്കമുളക്, സ്വല്പം വേപ്പില, ഇതിൽ തന്നെ മീൻ വറക്കാലോ നമുക്ക്. അതേ, ഒരു അബദ്ധം പറ്റിയുന്നുണ്ട്. ആദ്യം കടുക് പൊട്ടിച്ചിട്ട് വറ്റൽ മുളക് ആയതിനു ശേഷമാണ് ഉള്ളി ഇടണ്ടേ. ഇത് പാവണില്ലല്ലോ മുളക്. ഇളക്ക് കളർ മാറുന്നില്ലല്ലോ മുളകിന്റെ. മിളക് ആദ്യം ഉള്ളി ഉണ്ടായിരുന്നു. അതെ, അതാണ് ഞാനും പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, മിളക് കറുത്ത കളറ് ആവില്ലെന്ന് മാത്രം. ഞാൻ വിചാരിച്ച അവിടെ അല്ലല്ല, അതല്ല ഇത് കാച്ചണേലേ. അത് കണ്ട നല്ല ചുവപ്പ് കളറിൽ തന്നെ കിടക്കണ ഒരു മൂത്ത കളർ വരില്ലേ. അതിനെ അടിയിലേക്കാം. അതിന് വെളിച്ചെണ്ണയിലേക്ക് ആക്കി വെക്കും. അങ്ങനെ നമ്മൾ ഇത് കാച്ചി ഇതിലേക്ക് ഒഴിക്കാൻ പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയാ പച്ചടിയാ കിച്ചടി റെഡി ആയിരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കുത്തിളക്കല്ലേ ചേട്ടാ. ആ കാച്ചി ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കാനാ പാടുള്ള. അതിന്റെ മുകളിൽ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കാൻ കുത്തിളക്കി കൊളാക്കി ഇറങ്ങണ്ടേ. എന്റെ രീതി അങ്ങനെയാണ്. മുകളിൽ കാണിക്കാൻ ഭംഗിയുള്ള മാത്രം മതിയാ, പുറമെ കാണിക്കാൻ ഭംഗി പറഞ്ഞിട്ട്. അല്ല, നമ്മള് കാച്ചി ഒഴിക്കണത് എന്തിനാ? കൂട്ടാൻ ഒരു ഭംഗി കിട്ടാനല്ലേ. അതെ, അതിന്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണയും തേങ്ങയും മായൊക്കെ ചില തേങ്ങയും മായൊന്നും അടുപ്പത്ത് വയ്ക്കുന്നു. അല്ലാണ്ട് പിന്നെ എന്തിനാ. അപ്പൊ കൂട്ടാൻ കാച്ചി കുത്തി ഇളക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലാണ് നമ്മൾ ഈ ഉണക്കമാന്തല് വറക്കണത് കേട്ടാ. ഉണക്കമാന്തല് വറക്കാനായിട്ട് ഇപ്പം അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട, വെറുതെ അങ്ങോട്ടൊക്കെ ചിരിച്ചേക്കാന്നുള്ളൂ. ശരിക്കും പരന്നേലാണ് വെക്കുക. നമ്മൾ ഈ ഇതിൽ തന്നെ ആക്കുന്നത് മാത്രം, വേറെ പാത്രം. എന്തായാലും എന്റെ കയ്യില് ഇതിന്റെ മണായതാ. കോളനിയില് ഞാനിപ്പോ ആലോചിച്ചു. ഉണക്കമീൻ പൊരിക്കുന്ന മണമല്ലേ വരുന്നതെന്ന് പറഞ്ഞു. എന്തായാലും നല്ല മണം വരുന്നല്ലോ. അല്ല, മോഹൻലാല പറയാ എന്തൊരു നാറ്റം വരുന്നത്. അപ്പൊ ഇത് നാറ്റല്ലല്ലോ, നല്ല മണല്ലേ ഉണക്കമീൻ വറക്കണ മണം. അത് ഇനി നമ്മൾ ഒരുമിച്ച് പറയാൻ തോന്നിയല്ലേ? അതറിയില്ല, നീ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ചേട്ടനത് പറഞ്ഞു. ഈ ഉണക്കമീൻ്റെ ടേസ്റ്റില്ലേ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന 4 ലോകത്ത് വലിയ കേട്ടാ. നമ്മൾ കഴുകി വെടുപ്പാക്കി ഉണ്ടാക്കണ ഉണക്കമീൻ. എന്തുട്ടാ ചേട്ടൻ പറയണേ? ഇതല്ലേ ടേസ്റ്റ്? അതിന് പറഞ്ഞു ഇതിനാ ടേസ്റ്റ്. ചേട്ടൻ പറഞ്ഞത് കടയിൽ വാങ്ങിക്കണ 4 അയലൊക്കത്ത് വരില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതിന്റെ 4 അയലൊക്കത്ത് വരില്ലെന്ന് പറഞ്ഞ. അങ്ങനെ പറഞ്ഞ അപ്പൊ ഞാൻ ചേട്ടൻ്റെ കുഴപ്പമായിരിക്കും, സോറി. എന്താ എനിക്ക് ബോധമില്ലേ?
പ്ലക്കറെടുത്ത് മറിച്ചിടാറായില്ലേ അല്ലേ? ഇതിലടിയിൽ പിടിക്കുന്ന അറിയില്ല. അടിയിൽ പിടിക്കണേ, അയാൾ പിടിക്കട്ടെ തേങ്ങ. ആ ഉള്ള പിന്നെ ആവട്ടത്. ഇത് ഉണക്ക് മീൻ വറക്കണ പാത്രം അടച്ചരുതേ. നോക്കിയ അടിയിൽ പിടിക്കുന്നുണ്ട്. മറ്റേ ഇതുകൊണ്ടല്ല ഇളക്ക, ഇതുകൊണ്ടല്ല മറിക്കുക. അല്ല ഇതുകൊണ്ടല്ല ഇളക്ക, അല്ല ഇതുകൊണ്ടല്ല ഈ ഇങ്ങനത്തെ കൊണ്ട് മറിച്ചിടാൻ പറ്റില്ല. മറിച്ചിട്ടല്ലോ. അതല്ലാന്ന് ഒരു കയ്യിലില്ലേ, അല്ല ചട്ടകലി, അത് വേണം. കണ്ട ഇത് കണ്ട അടിയെ പിടിച്ചു. ഉണക്കമീൻ വറക്കണ ചീഞ്ചട്ടിയിലിട്ട് ചോറിട്ട് പരത്തിട്ട് ഒരു ഉണ്ണലുണ്ട് പണ്ട്. എന്തോരം ചോറുണ്ടെന്നറിയോ? ചട്ടകം വേണമെന്ന്. പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളതായത് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആടിയെ പിടിച്ചു നിൽക്കില്ലേ, അതിങ്ങനെ കരണ്ടി തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ്. അത് ഇപ്പൊ ഉപ്പുമാവ് ഉണ്ടാക്കണില്ല. ചേട്ടന് ഇഷ്ടമില്ലാത്ത കാരണം അതൊന്നും ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞ ഇന്നാള് പക്ഷെ ഞാൻ ഉണ്ടാക്കിയോ, ചേട്ടൻ കഴിച്ചല്ലോ ഉപ്പുമാവ്, നല്ലോണം കഴിച്ചു. മറ്റേ ഉപ്പുമാവ് എനിക്ക് കുറുക്ക് പോലെയുള്ള ഉപ്പുമാവ് ഹോട്ടലിൽ നിന്നിട്ട് പണ്ട് കാലത്ത് ഒരു ബേസനിൽ ഇങ്ങനെ കൂമ്പാരം കൂടി ഉണ്ടാവും. ഈ വെള്ളമൊക്കെ കെട്ടി കിടന്നിട്ട് മറ്റേ ഡാമിൽ പറ്റാതാകുമ്പോ ഇങ്ങനെ ചേറൊക്കെ ഇട്ട് ഇങ്ങനെ എടുക്കില്ലേ? അങ്ങനെയല്ലോ ഉപ്പുമാവ് ഇങ്ങനെ ഉണങ്ങിയിട്ടല്ലേ ഇരിക്കും. ഉണങ്ങിയല്ല, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായി കഴിച്ചു. ഗുളുഗുളുന്നുള്ള ഇതാണ്, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഇറക്കി വയ്ക്കാം. ഇത് ചൂടാറിയോളൂ, ഇത് അടച്ചേക്കട്ടെ. ഇതിവിടെ നിന്ന് ചൂടാറിയോളൂ. നമ്മുടെ ഉണക്കമീനും കിച്ചടിയും കൂട്ടി ചോറെന്ന് വിചാരിച്ചേ. പക്ഷേ കുറച്ച് സാധനങ്ങളുണ്ട്. കാലത്തെ വെണ്ടക്കായ ഉപ്പേരിയാണ് കേട്ടോ. ഇത് സാമ്പാർ എന്ന് വെച്ച സാമ്പാറാണ്. മിക്കവാറും ദിവസം വെണ്ടക്കായ ഉപ്പേരി, കോവയ്ക്ക ഉപ്പേരിയൊക്കെയാണ്. വെണ്ടക്കായ കണ്ടമാനം ഉണ്ടാവണുണ്ട്. അപ്പൊ അതുകൊണ്ട് വെണ്ടക്കായ, കോവക്കായ ഒരു നമ്മൾ കുറെ പൊട്ടിച്ചില്ലേ, അത് ചെറുകേട്ടൻ കൊണ്ടുപോയി. കോവയ്ക്ക കുറച്ചല്ലേ ചേട്ടനും കൊണ്ടായി. ചോറെടുക്കൂ. ചോറ് വിളമ്പാള കയ്യിലെടുക്കാൻ മറന്നു. കയ്യിൽ വേണ്ട, അതിനോട് വിളമ്പിയത്. അത് സാമ്പാർ കൂട്ടാ, അത് കുഴപ്പമില്ല. സാമ്പാർ ശരിക്കും എടുക്ക്. ചോറ് വിളമ്പിരിക്കും. ചോറ് എടുക്കുമ്പോ കൈപ്പത്തി കൊണ്ട് എടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. കണ്ട, ഇതുകൊണ്ട് എടുക്കുമ്പോ സുഖമില്ലല്ലോ. അത് ഇരിക്കട്ടെ, ഞാൻ ഈ കിച്ചടീനെ എടുത്ത് വയ്ക്കട്ടെ. ഞാനും കൂടി ഉണ്ണാൻ പോവാട്ടാ. സാധാരണ ചേട്ടനൊരു ഉരുള തരും, ഞാനും ജഗ്ഗൊക്കെ അകത്ത് പോയിട്ട് ഉണ്ണാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്. ഇനി ഇടണം ചോറ്, സ്വല്പം ചോറിട്ട്. അല്ലെങ്കിൽ പിന്നെ ഈ മതി. വെണ്ടക്കായ ഉപ്പേരിനിട്ടത്. ഇത് ചോറ് കൂട്ടി മഴക്കടിക്കാൻ അടിപൊളിയാ. നമ്മുടെ വെണ്ടക്കായനല്ലേ. കാരണം ഉണക്കമീൻ, ഒരു ഉണക്കമീൻ മതി. നമുക്ക് രണ്ടുപേരും കൂടി മതിയാവും. വലിയ ഉണക്കമീൻ ആവശ്യത്തിന് എടുക്കാമല്ലോ. കിച്ചടി അവസാനം എടുക്കണം, സസ്പെൻസാണ്. സാമ്പാർ കുറച്ച് മതി. കിച്ചടി കൂട്ടി ചോറണം. അത് ശരിയാ, സാമ്പാർ. അപ്പോൾ ഇത് ഇറക്കി വെക്കട്ടെ. ഇനി നമ്മുടെ സാധനം കിച്ചടി കേട്ടോ. ഇത് സദ്യകൾക്ക് കണ്ടിട്ടുണ്ട് ഇല്ലേ? ഒരു നുള്ള് ഇട്ട് പോവും. മറ്റേ നമ്മളവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ലേ? കോരി കുടിക്കാൻ പറ്റിയ സാധനം എല്ലാ സാധനങ്ങളല്ലേ. ഞാൻ എൻ്റെ ഇലയിൽ ഒരു സാധനമില്ലേ, ഉണക്കമീൻ കാണാല്ലേ? ചേട്ടൻ്റെ എനിക്ക് അതിന്റെ കുറച്ച് മതി. അപ്പൊ നമ്മൾ കഴിച്ചു തുടങ്ങിയാലോ? കഴിക്കാം. ആദ്യം കിച്ചടി കൂടിയിട്ട് കഴിക്കല്ലേ? കിച്ചടി പൊട്ടും. സദ്യകൾക്ക് കഴിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. ടേസ്റ്റ് അടിപൊളിയല്ലേ? ബെസ്റ്റ്. ഒഴിച്ചുകറിയായിട്ടും ഉപയോഗിക്കാം, ഇതുപോലെ അങ്ങനെ സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജിൽ. പക്ഷെ ഇത് കൂട്ടി ചോറിനാൻ നല്ല രസമുണ്ട് അല്ലേ? ഒരു ചെറിയ പുളി ഉണ്ടല്ലോ. നമ്മുടെ ഇത്ര പുളി ശരിക്കും ഇതിനുണ്ടാവുമെന്ന് അറിയില്ല കേട്ടാ. നമ്മുടെ നല്ല പുളിയുള്ള തൈര്. പക്ഷെ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തോളൂ. ഉണക്കമീൻ എടുത്തോ? എടുക്കാം. ഉണക്കമീൻ എടുത്ത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ. സാമ്പാറും ചോറ് ഇത്തിരി വേവ് കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ടേസ്റ്റ്. അത് തന്നെ ചോറ് വേവ് കൂടി. നമ്മുടെ ഇതില്ലേ പുറത്തെ ഫിഷ് ടാങ്കിലത്തെ മീനുകളൊക്കെ ഒരുവിധം ചത്ത് കഴിഞ്ഞു. ഇനി ഒരു 5 എണ്ണം അങ്ങനെ ഉണ്ടാവും അല്ലേ? 8 കുറേ നാളായി 8 ഗോൾഡ് ഫിഷുകൾ കറങ്ങി നടക്കണു. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ സെറ്റായി തോന്നുന്നുണ്ട്. അപ്പോൾ ഒറ്റകൾ ഇനിയിപ്പോൾ ചാവണമൊന്നുമില്ല. ഗോൾഡ് ഫിഷിന് വാങ്ങിക്കില്ലേ? കോഴി കാർപ്പിനെ വാങ്ങിക്കാൻ കൊണ്ടുപോകാം. ഞങ്ങൾ ഇന്നാള് കോഴി കാർപ്പിൻ അല്ല ഗോൾഡ് ഫിഷിനെയും ബ്ലാക്ക് മോർ എന്ന് പറഞ്ഞിട്ടുള്ള മീൻ അതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒറ്റകളൊക്കെ ചത്തു.
ചിലപ്പോൾ ചൂടുണ്ടാവൂട്ടാ, എന്തുട്ടേന്നു ചൂട്. അതാവും. അപ്പോൾ ഇത് പുറത്തുമല്ലേ, അപ്പോൾ ആ ചൂട് ആ ടെമ്പറേച്ചറിൻ്റെ ഇതായിരിക്കാം ചത്തോടത്. ഇപ്പോൾ മഴ പെയ്ത് ഇതായപ്പോൾ സെറ്റായി തോന്നു. അത് വാങ്ങിക്കാൻ പോവാ. കുമ്പളത്തെ മധുമതിയിലുള്ള ശോഭ ചേച്ചിക്ക് നന്ദി, 1000 നന്ദി. അതെ, നല്ല കൂട്ടാനാണ് കേട്ടാ. കുഴപ്പമില്ല. സ്പീഡിൽ ഇപ്പൊ നമ്മൾ അമ്മി മരച്ച കാരണം നമുക്ക് ഇത്തിരി അധികം സമയം എടുത്തത്. അത് മിക്സിയിൽ അടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അതന്നെ പെട്ടെന്ന് കഴിയുന്ന ഈസി ആയിട്ടുള്ള ഒരു കൂട്ടാൻ. അത് ആകെ നമ്മൾ ബീട്രൂട്ട് കൊണ്ടൊന്നിട്ട് ചെയ്യാം. ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കും, ജ്യൂസ് അടിക്കാറുണ്ട് നമ്മൾ. അയ്യോ ബീട്രൂട്ടിന്റെ വൈൻ ജാതി ടേസ്റ്റ് അല്ലേ. കാണാനാണെങ്കിൽ അത്ര ഗ്ലാമറാ. അതിന്റെ കളറ് റെഡ് വൈനായിട്ട് വരും. അപ്പൊ എല്ലാവരും ഈ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി കൊണ്ടാതെ കുറെ പേര് ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണേന്ന് മാത്രം. അപ്പം നമുക്ക് മീൻ വാങ്ങിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ മീനുകൾ വാങ്ങിക്കാൻ പോവാണ്. നമ്മുടെ മീനുകൾ അറിയാലോ, നോക്കിയാൽ ശുഷ്കിച്ചു. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക്. പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഇത് പൊക്കിയിട്ട് ഇത് ഇങ്ങനെ സ്ക്രബ് വെച്ചിട്ട് തേച്ച് കഴുകുകയാണ് ചെയ്യണേ ഗ്ലാസ്. പിന്നെ ഈ കല്ലുകളുമേ പൂപ്പലുണ്ട്. അവിടെ ഇവർ 8 പേരാണ് ഇപ്പം ഉള്ളത്. ഇനി ഇവർക്ക് കൂട്ടായിട്ട് നല്ല ഉഷാറാട്ടാ, നല്ല ഉഷാറാ അവർക്ക്. ഇനി നമ്മൾ കോഴി കാർപ്പിനെയാണ് ഇടാൻ പോണത്. അവര് പിടിച്ച് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ വലിയത് ഇത്രയും പോകുന്ന വെള്ള വാളില്ലേ, വെള്ള കളറിൽ വാള 2 ഉണ്ട്. ഞാൻ പറഞ്ഞ അതിൽ ഇടാന്ന് പറഞ്ഞു സരിതോട്. അപ്പൊ സരിത പറയാം അവറ്റോട് വന്നിട്ട് ചില്ലും വന്നിട്ട് ഇടിച്ച് മോന്തൊക്കെ പൊട്ടിക്കും. അവര് ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ പ്രവണത ഉള്ളവരവര്. അവർക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാലേ ഇങ്ങനെ വെളിച്ചവും പിന്നെ ആളുകളൊക്കെ അടുത്തുവരൊക്കെ കാണില്ലേ, അപ്പൊ അവറ്റകള് തല്ലിടിച്ച അവറ്റകളെ നമ്മള് കണ്ണംകുളങ്ങര കൊണ്ടിട്ടതാ. മോന്തൊക്കെ പൊട്ടിച്ച് കല്ലുമ്പലും അല്ലാത്തുമ്പലും തല്ലിടിച്ചിട്ടേ അച്ഛൻ പറയാം മോന്തമ്മന്നൊക്കെ ചോരൊലിച്ചിട്ട് ഒരു മുക്കിൽ ഇങ്ങനെ ചെന്നത് ചാരി നിൽക്കാന്ന് ചില്ലുമ്പ എന്നിട്ട് കിതക്കണോന്ന്. അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് അച്ഛൻ കിടന്നെ തന്നയിച്ചു. എന്തേലും ചെയ്യും ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടനെ അത് കണ്ടു തന്നെ അറിയണം, അല്ല കൊണ്ട് തന്നെ അറിയണം. കോഴി കാർപ്പിനി വാളനി വാങ്ങിക്കാം. വാള കുട്ടികളില്ലേ, വെള്ള വാളരെ കുട്ടികളെ വാങ്ങിക്കാം ചേട്ടാ. ഇല്ല, അവര് അവിടെ കൊടുക്കണില്ലേ വീട്ടില്. ഒരുമിച്ച് അവിടെ കിടന്നോളും. ഞങ്ങക്ക് വരണ വഴിക്ക് ജഗ്ഗുനും കൊണ്ട് വേണം വരാൻ. അപ്പൊ അങ്ങനെ ഞങ്ങള് മീനുകളൊക്കെ വാങ്ങിച്ച് മീനുകൾ ബാക്കിലുണ്ട് കേട്ടാ. ജഗ്ഗുവിനെ കൊണ്ടുവരാ. അപ്പൊ ജഗ്ഗു അല്ല സ്കൂൾ വിട്ട് വരാണ് ഞങ്ങള്. അല്ല ഞങ്ങള് സ്കൂൾ വിട്ട് വരില്ല, ജഗ്ഗുവിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത്. കറക്റ്റ് ഞങ്ങള് മീനുകളെയും വാങ്ങി അവിടെ സ്കൂളിലെത്തിയപ്പോ ജഗ്ഗുവിന്റെ സ്കൂൾ വിട്ടു. ജഗ്ഗുവിന് SPC ഉണ്ട്. യൂണിഫോം അറിയാ അല്ല SPC ഇന്ന് പുതിയ ജൂനിയേഴ്സിനെ സെലക്ട് ചെയ്യണ ദിവസം. അപ്പൊ ഇടേണ്ടി വന്നില്ലേ, പിന്നെ കാക്കി യൂണിഫോം. നിങ്ങള് സീനിയേഴ്സ് ആയില്ലേ? അതെ. അപ്പൊ ശരി, നമുക്ക് ചെറിയ മീനെ അരിക്കിടാം. അങ്ങനെ 2 വലിയ ഉറകളിലുമായി ഞങ്ങൾ വരികയാണ് കേട്ടോ. ഇതില് 2 സക്കറിനെ വാങ്ങിച്ചിട്ട് വണ്ടൻ. അത് ആരോ കമന്റ് ഇട്ടായിരുന്നു സക്കറിനെ വാങ്ങിക്കാനായിട്ട്. അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ളത് 10 വാള, വെള്ളവാള കുട്ടികൾ. പിന്നെ കോഴി കാർപ്പാണ് ഇത്. ഒരു കൈകാര്യം ചെയ്യാന്നറിയൂ. ശ്രദ്ധയോട് കൂടി വളരെ സ്ലോവില്. ജഗ്ഗു നിന്നോട് എത്ര നേരം അച്ഛൻ പറയുന്നത് വലിക്കിന്ന്. അവര് മീനുകളൊക്കെ എടുത്തോ എറിയ. അപ്പൊ എറിയുമ്പോ ഒരെണ്ണം നിലത്ത് വീണു. ഹായ്, ഹെലികോപ്റ്റർ വരുന്നുണ്ടല്ലോ. ഹെലികോപ്റ്റർ വീണു. എവിടെ വരണുള്ളോ? തെങ്ങിന്റെ മുടിയോടെ ചെറിയ കടാവായിട്ട് മാറും. ഞാൻ ആദ്യമൊക്കെ ടാറ്റ കൊടുക്കും, എല്ലാവരും ടാറ്റ കൊടുക്കും. ഇതെന്താ കഴിക്കാൻ പറ്റത്തെ? ഇതിൽ മുഴുവൻ കോഴി കാർപ്പണ് കേട്ടാ. ഒരെണ്ണത്തിന് 60 രൂപ. ഞാൻ അയച്ചു. സരിത വാളകളായിരിക്കും ആദ്യം ചേർത്തോ. മറ്റൊരു തീറ്റ ഞാൻ ചേച്ചിട്ട് വായും തുറന്നു വരാം. ഇതില് ഇത് വെക്കുന്നു കേട്ടാ. വലുതുകള് 4 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വില കുറവാ. ഗോൾഡൻ അക്വേറിയത്തിൽ നമ്മുടെ പ്രിൻസ് ചേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. മീനുകൾ നിറഞ്ഞു. വെള്ളവാളന എനിക്ക് അത്ര വലിയ തൃപ്തിയില്ല ചേട്ടാ. നല്ല വലിപ്പം വയ്ക്കും, ജാതി ഭംഗിയാവും പിന്നെ കാണാൻ. പിന്നെ അടി വലിച്ചു
വേണ്ട 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 ഇത് പിടിച്ചേ. ഇത് 300 രൂപയിലിട്ട് കൊണ്ടത് ഈ സാധനം ആ 2 സക്കറുകള്. വലിച്ചു ചേട്ടൻ അടിയിൽ വലിച്ചു ഫാമിലിയും കൂടി വലിച്ചോണ്ടല്ലേ. ആ പറ്റുന്നത് ആ ഈ വിറ്റങ്ങള് പെട്ടെന്ന് ദോട്ടേക്കും തോന്നുന്നുണ്ട്. ഞാൻ 300 റേറ്റ് കൊണ്ടത്. ആ നല്ല വലിപ്പുണ്ടല്ലോ ഇവറ്റകള്. പാവങ്ങൾ ഇതിനൊക്കെ പിടിച്ചോരേറായിരുന്നു ഒരാള്. ഇവറ്റാണ് നേരെ നമുക്ക് കണ്ടിരിക്കാണ്ട് ചേർക്കാം. അത്രയധികം പൂപ്പായി ഉള്ളത് മരിക്കും. അതന്നെ. ഹെലികോപ്റ്റർ അയ്യോ ഹെലികോപ്റ്റർ മനുഷ്യന്മാരെ പേടിപ്പിക്കണേ. ഇത് തിരുവനന്തപുരത്തി കൂടെ പോണത്. ഇത് കല്യാണത്തിനാണോ? കല്യാണിന്റെ പോണ് കാണാറുണ്ട്. നല്ല ഭംഗി. അതിന്റെ അടിയിൽ കല്യാണം വണ്ടനായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത് അതല്ല ഹൈറ്റ് കൂടുതലായ കാരണം സ്ലോവില് പോണ പോലെ തോന്നണതാ. ടാറ്റ കൊടുത്തില്ലേ? അത് ടാറ്റ കൊടുത്തില്ലേ? ഇവര് ഉയരത്തിലല്ലേ, ടാറ്റ കാണില്ല. അങ്ങനെ മീനുകള് ചേട്ടൻ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കണ സമയത്ത് മൊത്തം മൂഡ് ഓഫ് ആയിരുന്നു. ഇപ്പൊ മൂഡൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഏത് അതവര് ക്ലീൻ ചെയ്തോളും. കല്ലുകള് ക്ലീൻ ചെയ്യാനാണ്, സക്കറുകളെ ഏൽപ്പിച്ചാണ് നമ്മുടെ. ഇനി ശരിയുള്ളൂ. ഇനി വൈകുന്നേരം ഒരു ഷോട്ട് ഇതെടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ പറയന്നെ. അപ്പൊ നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പോവാം.